ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ അത് ഞങ്ങൾ കണ്ടില്ല എന്താണ് അവസ്ഥ അല്ലേ, നമ്മളെ നാട്ടിലത്തെ അവസ്ഥയാണ് ഇത്. അത്ര എന്താണെന്ന് വെച്ചാൽ കുറേ പാട്ട പകലാണ് ഈ മക്കളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ കൊണ്ടുപോകാനും ഇതിനും ശ്രമിക്കണേലേ. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും വീട്ടുമുറ്റത്താണെങ്കിലും റോട്ടിലാണെങ്കിലും എവിടെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇല്ലേ മക്കൾക്കാണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മൾ ഇവർ ഈ പിഷാടനത്തിനൊക്കെ വരുന്നവർ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ അടുപ്പിക്കൂലേ. നമ്മൾ പാവം തോന്നിയിട്ട് നമ്മൾ 10 റുപ്യോ ഒക്കെ കൊടുക്കൂലേ. അപ്പോൾ അവർക്ക് 10 5 ഒക്കെ ചില്ലറയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒട്ടും കണ്ണും പിടിക്കൂല. അപ്പോൾ ഒരുവിധം ആൾക്കാരിങ്ങനെ പിഷാടനത്തിൽ വരുന്ന ആൾക്കാരും പാവം തോന്നിയിട്ട് വീട്ടിൻ്റെ അടുത്തേക്കൊന്നും അടുപ്പിക്കാതിരിക്കായിരിക്കും നല്ലയില്ലേ. അപ്പോൾ ഇത് എവിടെ നടക്കുന്നത് വെച്ചാൽ കോഴിക്കോടാണ്. അപ്പോൾ എല്ലാവരും വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനെപ്പറ്റി കുറച്ച് കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇത് കോഴിക്കോട് നടക്കുന്നത് കേട്ടോ. കോഴിക്കോട് പറയുമ്പോൾ എത്ര ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന എല്ലാ വണ്ടികളും അതും എല്ലാം ഉണ്ടല്ലോ, എല്ലാ ആൾക്കാരുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ സംഭവം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ ആ മക്കൾ, കുഞ്ഞു മക്കൾ, 7 വയസ്സായ മോനാണ് കേട്ടോ. മോൻ പറയുന്നുണ്ട് ഒരു അമ്മ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സ്ത്രീ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്, കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അവർ എടുത്ത് കണ്ട് ചാക്കിലിടാൻ നോക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡി.എന്ന് വിളിച്ചപ്പോൾ ഇവിടെ ഇട്ട് പോയി എന്നാണല്ലേ ആ മക്കൾ പറയുന്നത്. അതിട്ട് ആകെ ഭയന്ന് ആകെ പേടിച്ച് നിൽക്കുകയാണല്ലേ, കുഞ്ഞു മക്കളല്ലേ. എന്നാലും ആ മോൻ്റെ ഒക്കെ ധൈര്യം ഡി.എന്ന് പറഞ്ഞപ്പോൾ ചാക്കട ഇട്ട് അവർ പിന്നാലെ ഓടി പോലീസിൽ ഏൽപ്പിക്കും ആൾക്കാർ കൂടെ ഒക്കെ ചെയ്ത് നല്ല കാര്യം തന്നെയാണ്. അത്ര ധൈര്യം മക്കൾക്ക് നല്ല തന്നെയാണ് അല്ലേ. എന്നാലും ഈ പട്ടാപ്പകൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇപ്പം നമ്മളെ നാടിൻ്റെ അവസ്ഥ അല്ലേ. അപ്പോൾ ഇവരുണ്ടല്ലോ ഇങ്ങനത്തെ പിഷാടനയും കാര്യങ്ങളൊക്കെ ഉള്ളത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ ഒഴിവാക്കി വിടണം അല്ലേ. ഇങ്ങനത്തെ അങ്ങാടിയിലാണെങ്കിലും നമ്മൾ എന്ത് വിശ്വസിച്ചിട്ട് നമ്മളെ മക്കളെയും കൂടെ ഒപ്പം കൊണ്ടു നടന്നാലും നമുക്കൊരു പേടിയാണ്. ഒരു കൈ വിട്ടൊന്ന് പോയാലോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനത്തെ ഒക്കെ ഒരു പേടിച്ചായിരിക്കും നമ്മൾ മക്കളെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ നിങ്ങളൊരു വിധം കണ്ടു തന്നെയായിരിക്കും, നടന്ന് ബാക്കി ഒന്ന് കണ്ടു നോക്കിയേ. മറിച്ച് ചാക്കിലൊക്കെ ഇടാൻ നോക്കി. ഒരു കൂട്ടുകാരുണ്ട്, ഓനാണ് പോലീസിനെ വിളിച്ചു. നമ്മളവിടെ കളിക്കാണ് പുല്ലിട്ടെടുത്തത്. ഈ കുട്ടി ഇങ്ങനെ ഇതേപോലെ നിൽക്കുക നമ്മളടുത്ത്. അപ്പൊ ഈ കുട്ടീനെ ഇങ്ങനെ പിടിച്ച് പൊന്തിച്ച് ആ ചാക്കി കയറ്റാൻ നോക്കി. നമ്മളെ ഡി.എന്ന് വിളിച്ചപ്പോ ആ കുട്ടീനെ അവിടെ ഇട്ടിട്ട് ഇവര് ഓടി. അവിടെ ഓടിയപ്പോ നമ്മള് വൈത്താലോടിട്ട് ആ ഗാന്ധി റോഡ് വരെ ഓടി. അപ്പൊ ഇവര് ചാക്കൂതൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മളെ നല്ല തെറി വിളിക്കാം. എന്നിട്ട് ഓല് ആ ചാക്കൂത് എടുത്ത് ഓടി. ബീച്ചിന്റെ അവിടെ നമുക്ക് മനസ്സിലായപ്പോ നമ്മൾ ഇവിടുന്ന് ആളെ കൂട്ടി പോയിട്ട് ഓലെ പിടിച്ച്. കുഞ്ഞുമോൻ പറയുന്ന കേട്ടോ. മക്കള് നല്ല ധൈര്യത്തിൽ തന്നെ അവളെ പിന്നാലെ ഓടിയിട്ടില്ലേ ഇല്ലേ. അയാളെ കണ്ടാണ്ടല്ലോ ഒരു കുസലും ഇല്ലേ, അങ്ങനെ ഒരു തെറ്റേ ചെയ്തിട്ടില്ല എന്നുള്ളൊരു മട്ടത്തിലാണ് ഇരിക്കണത് ഇല്ലേ. അത് ഈ പട്ടാപ്പകല ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ 11 മണിക്ക് ആൾക്കാരില്ല സമയത്ത് ഇവരിങ്ങനെ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അവരെ ധൈര്യം എത്രയാണ് ഇല്ലേ. അപ്പോൾ അവർക്ക് നല്ലൊരു ഇത് ഇന്നലെയല്ല എന്നോ തുടങ്ങിയൊരു സംഭവം വരിക്കുകയാണില്ലേ. എനിക്കിതൊരു പ്രശ്നവും കാര്യങ്ങളും ഇല്ലതല്ല എന്നുള്ളൊരു മട്ടിലാണ് അയാളെ ഇരിപ്പും കാര്യങ്ങളും പോലീസുകാർ വരുമ്പോൾ കൊണ്ടുപോകുമ്പോൾ ഒക്കെ കാണണില്ലേ. അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ നമ്മൾ കേരളത്തിലൊക്കെ ഈ റോഡരികിലും അതേമാതിരിക്കും അങ്ങാടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഒഴിവാക്കി ഇങ്ങനെ കാണുമ്പോൾ ഓടിക്കായിരിക്കില്ലേ നല്ലത്. ഇതിനെക്കുറിച്ച് ഒരു ചാനൽ ഇങ്ങനെ ഉണ്ടായാലുണ്ട്, ചാനലിൽ പറയലുണ്ട് കേട്ടോ. അങ്ങനെ പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആട്ടലും ഓടിക്കലും അങ്ങനത്തെ ഒക്കെ കേസ് ആക്കലും ഒക്കെ കാണലുണ്ട് ഒരു ചാനലിൻ്റെ പേര് മറന്നു പോയിട്ടോ. അപ്പോൾ നമ്മൾ പറയാൻ പറ്റില്ല, നമ്മളെ വീട്ടിലത്തെ അകത്ത് വന്നിട്ട് വരെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ രീതിയിൽ നടക്കുന്നത്. അപ്പോൾ പുറത്തിറങ്ങിയിട്ടും അങ്ങാടിയിലും ഒപ്പം നമ്മൾ കൊണ്ടെടുക്കുമ്പോഴൊക്കെ എന്തായാലും പേടിക്കണം. ഒന്നും നമ്മൾ കൈ വിടാതെ തന്നെ കൊണ്ടെടുക്കണം അല്ലേ മക്കളെയൊക്കെ. അതും ഈ 7 വയസ്സായ മോനെയാണ് ചാക്കിലാക്കാൻ ഇടാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ പോലീസ് ഓഫീസർ പറയുന്നുണ്ട് കേട്ടോ, അവരുടെ കയ്യിൽ കത്തിയുണ്ട്, ചാക്കുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തേനൊരു ഒരു പരിഹാരം കാണട്ടെ എന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും സേഫായിരിക്കട്ടെ, എല്ലാവരും മക്കളെയും സേഫായി ഇരിക്കുക, നമ്മൾ തന്നെ ഒന്ന് കരുതിയിരിക്കുക അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത റിയാക്ഷൻ വീഡിയോ വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.